സംസ്ഥാന സർക്കാരിന്റെയോ വിദ്യാഭ്യാസ മന്ത്രിയുടെയോ മൂക്കിന് കീഴിലാണ് ഈ കെട്ടിട നമ്പറുകളില്ലാതെ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, CBSE മാനദണ്ഡങ്ങളൊന്നും നിഷ്കർഷിക്കുന്ന രീതിയിൽ ഒന്നുമില്ലാതെ 2500ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂൾ MGM വർക്കല അയിരൂരിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ഞെട്ടിക്കുന്നതും പേടിപ്പെടുക്കുന്നതും ഭയപ്പാട് ഉളവാക്കുന്നതുമാണ്. 2500ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ ബിൽഡിങ്ങിലൊന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. സ്കൂൾ നിൽക്കുന്ന സാറിൻ്റെ പഞ്ചായത്തിലാണ്. ഒരു സെക്രട്ടറി എന്ന നിലയിൽ എന്ത് നടപടികളാണ് കൈക്കൊള്ളാൻ തീരുമാനിക്കുന്നത്? അല്ല, അങ്ങനെ ഇപ്പം മാഡം പറഞ്ഞതനുസരിച്ചുള്ള റെഗുലൈസേഷൻ അല്ല, കണ്ടീഷണൽ പെർമിറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനു വേണ്ടിയുള്ള അന്വേഷണം നടത്തിയതിന് എന്താണ് നടപടിയെടുക്കാമെന്നുള്ളത് സ്വീകരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം അക്കാഡമിക് ഇയറിൽ ഏതാണ്ട് ഈ ഒരു കാലാവധി വെച്ച് അവർ കണ്ടീഷണലായിട്ട് ഒരു താൽക്കാലിക ഫിറ്റ്നസ് കൊടുത്തിരുന്നെങ്കിലും അത് ഈ ഒരു വർഷമായിട്ട് തന്നെ അത് കണ്ടീഷൻ ചെയ്ത് അത് പൂർത്തീകരിച്ച് അതിന്റെ ഫിറ്റ്നസ് കരസ്ഥമാക്കിയിട്ടില്ല. ഈ നമുക്കറിയാം, സ്കൂളുകളിലെല്ലാം തന്നെ ബസ്സുകളെല്ലാം എല്ലാ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഹാജരാക്കുകയും വെഹിക്കിൾമാരെല്ലാം ചെക്ക് ചെയ്ത് ഫിറ്റ്നസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാം. പക്ഷേ ഈ സ്കൂൾ 2500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ മതിയായ ഫിറ്റ്നസ് കൊടുക്കാൻ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്കോ പഞ്ചായത്തിലെ AEക്കോ ആർക്കും തന്നെ കഴിയുന്നില്ല. എന്ത് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ഇല്ലാതെ ഇത്തരം കുട്ടികൾ അവിടെ പഠിപ്പിക്കുന്നത്? വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് കൊണ്ടുപോകുന്ന ഭരണവർഗങ്ങളാണോ? ഇതെന്താണ്? നമ്മളവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചില്ല. പക്ഷേ സെക്രട്ടറിയും AEയും അവർ നിസ്സഹാരാണ്. ഈ ഇത്രയും കുട്ടികളെ എന്ത് ധൈര്യത്തിലാണ് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? MGM സ്കൂളിന് എന്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരുന്നത് കഴിഞ്ഞ വർഷം? കഴിഞ്ഞ വർഷം MGM സ്കൂളിൽ പ്രൊവിഷണൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരുന്നത്. പിന്നെ അതിനകത്ത് കണ്ടീഷൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ കൊല്ലത്തിനകം, അത് ഈ അക്കാഡമിക് ഇയറിനകത്ത് ആ കോമ്പൗണ്ടിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും റെഗുലറൈസ് ചെയ്ത് വാങ്ങണം എന്നുള്ള കണ്ടീഷൻ അനുസൃതമായിട്ടാണ് കഴിഞ്ഞ കൊല്ലത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിലവിൽ ഈ അക്കാഡമിക് ഇയറിൽ ഇതുവരെ നമുക്ക് റെഗുലറൈസേഷനുള്ള ഒരു ആപ്ലിക്കേഷനും ഇതുവരെ ലഭ്യമായിട്ടില്ല സ്കൂളിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടീഷൻ കൊടുത്ത് ഒരു വർഷം കഴിയുമ്പോഴേ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം പോത്തില്ലയോ? ഇത് എന്തുകൊണ്ട് അത് ശരിയാക്കിയില്ല എന്നുള്ളത്? അല്ല, അവിടെ പണി നടക്കുകയാണെന്നുള്ളതാണ് നമ്മൾ തിരക്കിപ്പോഴും അറിഞ്ഞത്. പക്ഷേ അവർ റെഗുലറൈസേഷനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഇനി ഫർദർ അതിനകത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനോ മറ്റു കാര്യങ്ങളോ. അല്ലാതെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനകത്ത് ഞാൻ കാണുമ്പോൾ അവിടെ ഈ ലിഫ്റ്റ്, അതിനൊക്കെ ഫയർ ആൻഡ് സേഫ്റ്റി എല്ലാം വെളിയിലാണ് ഇത് കെട്ടിവെച്ചിരുന്നത്. കാണുമ്പോൾ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് അകത്തൂടൊക്കെ അല്ലേ ചെയ്യേണ്ടത്? ഇങ്ങനെ വെളിയിൽ ഏഴ്ച വെച്ച് കണക്കൊക്കെ ചെയ്താൽ അത് ഫിറ്റ്നസ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? അത് ഫിറ്റ്നസ് അല്ല, അത് മുമ്പ് അത് അവർ മുമ്പ് എപ്പോഴോ നമ്പറിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് വലിയ ബിൽഡിങ്ങുകളായതുകൊണ്ട് ഇത് ടൗൺ പ്ലാനിങ് നമുക്ക് ഇവിടുന്ന് ഒരു തീരുമാനം എടുക്കാനൊക്കത്തില്ല. പഞ്ചായത്ത് തലത്തിൽ ടൗൺ പ്ലാനിങ് ഓഫീസിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പം മുമ്പ് എപ്പോഴോ ഇവർ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ടൗൺ പ്ലാനിങ് ഓഫീസിലേക്ക് ഈ അപേക്ഷ പോവുകയും അവിടുന്ന് കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ക്രമീകരണങ്ങളെല്ലാം സ്കൂളിൽ നടന്നു വരുന്നതെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഈ അന്വേഷണം എങ്ങനെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ടൗൺ പ്ലാനിങ് ഇത് നമ്മൾ ഇവിടുന്ന് അപേക്ഷ അങ്ങോട്ട് കൊടുക്കുമോ? അവർ റെഗുലറൈസേഷനുള്ള ആപ്ലിക്കേഷൻ, അതായത് നിലവിൽ ആ കോമ്പൗണ്ടിലുള്ള എല്ലാ ബിൽഡിങ്ങിന്റെയും പ്ലാനുകൾ ഉൾപ്പെടെ അവരവിടെ ചെയ്തിരിക്കുന്ന എല്ലാ സംവിധാനത്തിന്റെയും ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഇവിടെ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റെഗുലറൈസേഷൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഈ പറഞ്ഞതുപോലെ ടൗൺ പ്ലാനിങ്ങിലോട്ടായാലും അയക്കാനൊക്കത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് ഫിറ്റ്നസിനും കൺസിഡർ ചെയ്യാൻ പറ്റൂ. ഒരു വർഷമായിട്ട് ഇത്തരം നീക്കങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ. വർക്കല അയിരൂർ ഇലകമൻ ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. വർക്കല അയിരൂരുള്ള ഇലകമനിലുള്ള ആ പഞ്ചായത്തിലുള്ള MGM സ്കൂൾ എന്ന് പറഞ്ഞ ആ സ്കൂളിന് കഴിഞ്ഞ ഒരു വർഷമായി കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ലൈസൻസാണ്, ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് ഈ പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ആ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ കണ്ടീഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇതുവരെയും ആ കണ്ടീഷൻ പൂർത്തീകരിച്ചെന്നുള്ള ഒരു അപേക്ഷ ഇതുവരെ ഇവിടെ കൊടുത്തിട്ടില്ല. അതിനാൽ ഇവിടെ നമ്മുടെ AE നമ്മളോട് പറഞ്ഞത് അതിൻ്റെ എല്ലാവിധ പ്ലാനുകളും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളുമായിട്ട് ഇവിടെ അപേക്ഷ തന്നെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. അത് ഇവരുടെ കയ്യിൽ നിൽക്കത്തില്ല. ഇവിടെ പഞ്ചായത്തിൽ വന്നാൽ നേരെ ജില്ലാ പ്ലാനിംഗ് ഓഫീസിലേക്ക് കൊടുക്കുകയും അവിടുന്ന് അത് കിട്ടിയെങ്കിൽ മാത്രമേ സ്കൂള് പ്രവർത്തിക്കാൻ യോഗ്യതയുള്ള ബിൽഡിങ്ങുകൾ അവിടെ അതനുസരിച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഏക തെളിവാണ് നമുക്കിപ്പോൾ AEയും അതിനൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിയും നമ്മളോട് പറഞ്ഞത്. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ
ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നാണ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇവിടെ. പക്ഷേ ഈ പഞ്ചായത്തിലാണ് ഇത്തരം ഒരു സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ഭാവിക്ക് കുട്ടികൾ ഇത്രയും 2500ഓളം കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് ആ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ, അതിനുള്ള യോഗ്യമായ ബിൽഡിംഗ്, സുരക്ഷിതമല്ലാത്ത ബിൽഡിങ്ങുകളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. CBSEയും അല്ല, ഈ പഞ്ചായത്തിന് പോലും ആദ്യകാലങ്ങളിൽ 42 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു കെട്ടിട നമ്പർ ഉപയോഗിച്ചാണ് ബാക്കിയുള്ള ബിൽഡിങ്ങുകളെല്ലാം കെട്ടുകയും അതിനൊന്നും മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ മതിയായ ബിൽഡിംഗ് പെർമിറ്റുകളോ അല്ലെങ്കിൽ മതിയായ ഫിറ്റ്നസ്സോ ഇല്ലാതാണ് ഇത്രയും കുട്ടികൾ പഠിക്കുന്നത്. വളരെയധികം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മൂക്കിന് കീഴെയാണ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ മൂക്കിന് കീഴെയാണ് ഇത്തരം ഒരു സ്ഥാപനം നടക്കുന്നത്. ലൈസൻസുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ജീവൻ സുരക്ഷാ മാർഗങ്ങളായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയോ ഇതിൽ ലൈസൻസോ അതിൻ്റെ കെട്ടിട നമ്പറുകളോ പഞ്ചായത്തിൽ നിന്നും ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇത്തരത്തിൽ 2500ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലാണ് ഇത്തരം സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ജനങ്ങൾക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആശങ്കയുള്ളത്. നമ്മൾ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. ഇന്നവർക്ക് സമയമില്ല, ഉടനെ നാളെ തന്നെ അതിനുള്ള വിശദമായ കാര്യങ്ങൾ നമ്മളോട് പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ സുരക്ഷാ മാർഗങ്ങളിൽ മുൻഗണന കൊടുത്തുകൊണ്ട് 2500 കുട്ടികൾ പഠിക്കുന്ന ബിൽഡിങ്ങിൽ CBSE നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, എന്നുവെച്ചാൽ ഫയർ ആൻഡ് സേഫ്റ്റി വേണം, അതേപോലെ ലിഫ്റ്റുകൾ വേണം. അതിൻ്റെ പുരോഗമനമായ ചില വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് വ്യക്തമായിട്ടുള്ള ഒരു പരിസമാപ്തിയിൽ എത്തിയിട്ടില്ല. അത് എന്താണോ ഇത്രയും താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കൊന്നും തന്നെ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇത്തരം ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിലാണ് ഇത്തരം 2500ഓളം കുട്ടികൾ പഠിക്കുന്നത്. അവർക്കുള്ള ജീവനും സംസ്ഥാന സർക്കാരിന് തന്നെ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം സംസ്ഥാന സർക്കാരിനും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അവർക്കിത് ഇത്രയും കുട്ടികൾ പഠിക്കുന്ന, അവരെ ജീവൻ വെച്ചിരുന്ന പന്താടുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. എന്തായാലും അതിന് വേണ്ടുന്ന നടപടികൾ, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. MGM അയിരൂരുള്ള ഈ സ്കൂളിൻ്റെ സ്ഥിതിവിശേഷങ്ങളാണ്. 42 വർഷത്തോളം പഴക്കമുള്ള ഈ സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച വരുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ നിന്നും കുട്ടികളുടെ നിന്നൊക്കെ ഓരോ കുട്ടികളിൽ നിന്നും 10,000-ഉം 25,000-ഉം ഒക്കെ ഈ സ്കൂളിനനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പുരോഗമനത്തിനും ബിൽഡിങ്ങിനും ഒക്കെ ആയിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അത്രയും പുരോഗമനങ്ങളോ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സാഹചര്യങ്ങളോ വളരെ ബുദ്ധിമുട്ടുകളും മോശമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.